ഇത്തവണ പശ്ചിമ ബംഗാളിൽ 2026 തെരഞ്ഞെടുപ്പോടുകൂടി രാഷ്ട്രീയ ചിത്രം ആകെ മാറിമറിയാൻ പോവുകയാണ്. 15 വർഷത്തെ മമതാ ബാനർജിയുടെ ഭരണത്തെയും 12 വർഷത്തെ ബിജെപിയുടെ കേന്ദ്ര ഭരണത്തെയും ഒരേപോലെ വിലയിരുത്തിക്കൊണ്ട് ബംഗാളിലെ ജനങ്ങൾ പുതിയൊരു അധ്യായം കുറിക്കാൻ തുടങ്ങുകയാണ്. ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനും പ്രധാന പ്രതിപക്ഷമായ ബിജെപിക്കുമിടയിൽ ഒരു മിനിമാക്സ് സ്ട്രാറ്റജി പ്രയോഗിക്കാൻ വോട്ടർമാർ നിർബന്ധിതരായിരിക്കുന്ന കാഴ്ചയാണ് ബംഗാളിൽ കാണുന്നത്. തൃപ്തികരമല്ലാത്ത രണ്ട് പക്ഷങ്ങളിൽ നിന്ന് തങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നഷ്ടം വരുത്തുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്ന രീതിയാണ് മിനിമാക്സ് സ്ട്രാറ്റജി എന്ന തിയറിയിലൂടെ ജനങ്ങൾ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത്. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇരുകൂട്ടരും ബംഗാളിൽ പലതും പയറ്റിയതാണ്. അത്തരത്തിൽ ബിജെപി ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാന പ്രചാരണങ്ങളിൽ ഒന്നായിരുന്നു നുഴഞ്ഞുകയറ്റം. ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തി കടന്നെത്തിയ മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും റോഹിംഗ്യകളാണെന്നുമുള്ള പ്രചാരണം ബിജെപി ബംഗാളിൽ വലിയ തോതിൽ പ്രയോഗിച്ചിരുന്നു. എന്നാൽ കുപ്രചാരണം ബിജെപിക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് വരുത്തിവെച്ചത്. ബിജെപി സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണം നടത്തുകയാണെന്ന് ജനങ്ങൾക്ക് അതോടെ ബോധ്യമായി. സംസ്ഥാനത്ത് നുഴഞ്ഞുകയറ്റക്കാരുണ്ടെന്നും അവരെ കണ്ടുപിടിക്കാൻ പ്രത്യേക സംവിധാനം കൊണ്ടുവരണമെന്ന ബിജെപിയുടെ തന്നെ അജണ്ട പ്രകാരം സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന വോട്ടർ പട്ടിക പുതുക്കൽ നടപടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തുന്നതിന് പകരം നിരവധി യഥാർത്ഥ വോട്ടർമാരെ പട്ടികയിൽ നിന്നും പുറത്താക്കുകയും ഒപ്പം നിരവധി ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ജീവൻ എടുക്കുന്നതിലേക്ക് വരെ SIR വഴിവെച്ചു. നുഴഞ്ഞുകയറ്റക്കാരെ മുസ്ലിങ്ങളെന്നും അഭയാർത്ഥികളെ ഹിന്ദുക്കളെന്നും വേർതിരിക്കാനുള്ള അമിത്ഷായുടെ തന്ത്രം അതോടെ ബംഗാളിൽ പരാജയപ്പെട്ടു. കാരണം 1947നും 1971നും ശേഷം മതിയായ രേഖകളില്ലാതെ അതിർത്തി കടന്നെത്തിയ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ സംസ്ഥാനത്തുണ്ട്. ഈ നടപടിയിലൂടെ തങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണിവർ. ബംഗാളിൽ ബിജെപിയുടെ ഉറച്ച വോട്ട് ബാങ്കുകളാണ് മധുവ, രാജ്ബംശി തുടങ്ങിയ ഹിന്ദു വിഭാഗങ്ങൾ. മേൽപ്പറഞ്ഞ മതിയായ രേഖകളില്ലാത്ത ഹിന്ദു വിഭാഗമാണിവർ. SIR അവരുടെ പൗരത്വത്തിന് തന്നെ വിലങ്ങുതടിയായതോടെ ബിജെപിയുമായി ഈ വിഭാഗങ്ങൾ അകന്നു തുടങ്ങി. SIR നടപടികളിലൂടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടതോടെ ഈ വിഷയത്തെ ബംഗാളി സ്വത്വവും ഭാഷയുമായി ബന്ധിപ്പിക്കാൻ മമതാ ബാനർജിക്ക് സാധിച്ചു. ബംഗാളി സംസാരിക്കുന്നവരെല്ലാം നുഴഞ്ഞുകയറ്റക്കാരായി കാണുന്നുവെന്നും ഈ നിലപാട് ബംഗാളി സംസ്കാരത്തോടുള്ള അവഹേളനമാണെന്നും ചിത്രീകരിക്കാൻ തൃണമൂലിന് കഴിഞ്ഞു. ഇതിനു പുറമെ ബിജെപി നേതാക്കൾക്ക് ബംഗാളി സംസ്കാരത്തോടുള്ള അജ്ഞതയും വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയായി. രവീന്ദ്രനാഥ ടാഗോറിന്റെയും ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയും പേരുകൾ തെറ്റിച്ചു പറയുന്നതും ബംഗാളി ഭാഷയെ വെറും പ്രാദേശിക ഭാഷയെ തരം താഴ്ത്തുന്നതും വോട്ടർമാരെ സാംസ്കാരികമായി ബിജെപിയിൽ നിന്ന് ഒറ്റപ്പെടുത്തി. രാമകൃഷ്ണ പരമഹംസരെ അഭിസംബോധന ചെയ്യുന്നതിൽ വന്ന പിശകുകൾ പോലും ബംഗാളിലെ പ്രബുദ്ധരായ മധ്യവർഗത്തെ ബിജെപിക്ക് വിരുദ്ധമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ബിജെപിയുടെ ഈ സാംസ്കാരിക അന്യവൽക്കരണം മമതാ ബാനർജിക്ക് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ കഴിഞ്ഞു. 2021 മമതയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച നരേന്ദ്രമോദി ഇത്തവണ തന്ത്രം മാറ്റിയിട്ടുണ്ട്. വ്യക്തിപരമായ ആക്രമണത്തിന് പകരം ഗവൺമെന്റിനെയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പുതിയ ഗവർണർ RN രവിയും ഉപയോഗിച്ച് സംസ്ഥാന ഭരണത്തിൽ കേന്ദ്രം അനാവശ്യമായി ഇടപെടുന്നു എന്ന ആക്ഷേപം മമത ശക്തമായി ഉയർത്തുന്നുണ്ട്. എത്ര അടിച്ചാലും ബംഗാൾ വീണ്ടും ജയിക്കുമെന്ന മുദ്രാവാക്യത്തിലൂടെ ഈ പോരാട്ടത്തെ ബംഗാൾ വേഴ്സസ് കേന്ദ്രം എന്ന നിലയിലേക്ക് മാറ്റാൻ മമതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ആധിപത്യത്തെ എക്കാലവും എതിർക്കുന്ന ബംഗാളിന്റെ രാഷ്ട്രീയ പാരമ്പര്യം മമതയുടെ ഈ നിലപാടിന് വലിയ പിന്തുണയാണ് നൽകുന്നത്. അതേസമയം തൃണമൂൽ ഭരണത്തിന് കീഴിൽ നടന്ന അഴിമതികളും ക്രമസമാധാന തകർച്ചയും മമത സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് RGകർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ ക്രൂരമായ കൊലപാതകം ജനങ്ങൾക്കിടയിൽ വലിയ രോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടക്കുന്ന അഴിമതികളും ഗുണ്ടാവിളയാട്ടങ്ങളും നഗരപ്രദേശങ്ങളിലെ വോട്ടർമാരെ സർക്കാരിൽ നിന്ന് അകറ്റി. പക്ഷേ ഈ സാഹചര്യം ഒരു വ്യക്തമായ രാഷ്ട്രീയ ബദലാക്കി മാറ്റുന്നതിൽ ബിജെപി വീണ്ടും പരാജയപ്പെട്ടു. സ്ത്രീ സുരക്ഷയും തൊഴിലില്ലായ്മയും കുറിച്ച് സംസാരിക്കേണ്ട ഘട്ടത്തിൽ പോലും നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തുക എന്ന തങ്ങളുടെ വർഗീയ അജണ്ടയിൽ ബിജെപി ഉറച്ചുനിന്നത് പല വോട്ടർമാരെയും നിരാശരാക്കി. സാമ്പത്തികമായി നോക്കിയാലും കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ ബംഗാളിലെ സാധാരണക്കാരെ അത്ര കണ്ട് ആകർഷിക്കുന്നില്ല. മോദി സർക്കാർ പ്രഖ്യാപിച്ച 18,000 കോടിയുടെ വികസന പദ്ധതികൾ വെറും റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിലും റോഡ് പണിയിലുമായി ഒതുങ്ങുന്നു എന്നാണ് ആക്ഷേപം. വലിയ വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതിനോ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോ കേന്ദ്രം കാര്യമായ നീക്കങ്ങൾ നടത്തുന്നില്ല. അതേസമയം മമതാ ബാനർജി നടപ്പിലാക്കിയ ലക്ഷ്മി ഭണ്ഡാർ, യുവസാഥി തുടങ്ങിയ പണമിടപാട് പദ്ധതികൾ ദരിദ്രരായ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വ്യവസായങ്ങൾ വളർത്തുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും സാധാരണക്കാരന്റെ കയ്യിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്നതിലൂടെ മമത തന്റെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഭരണകൂടം എന്ന പ്രതിച്ഛായ നിലനിർത്താൻ ഇതിലൂടെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വോട്ട് വിഭജനമാണ് ഏറ്റവും വലിയ വെല്ലുവിളി. സ്ത്രീ വോട്ടർമാരുടെയും മുസ്ലിം വോട്ടർമാരുടെയും വലിയൊരു വിഭാഗം ഇപ്പോഴും മമതയോടൊപ്പമുണ്ട്. ബിജെപിയുടെ വോട്ട് വിഹിതം കഴിഞ്ഞ തവണ ഉയർന്നുവെങ്കിലും പൗരത്വ പ്രശ്നങ്ങളും സാംസ്കാരികമായ അന്യവൽക്കരണവും അവർക്ക് ഇത്തവണ വലിയ വെല്ലുവിളിയാണ്. ഇതിനിടയിൽ കോൺഗ്രസും ഇടതുപക്ഷവും തങ്ങളുടെ നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത് ആരുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കും എന്നത് നിർണായകമാകും. സാധാരണഗതിയിൽ ഇടതുപക്ഷ വോട്ടുകൾ ബിജെപിയിലേക്ക് ഒഴുകിയതാണ് മുൻപ് അവർക്ക് നേട്ടമായത്. എന്നാൽ ഇത്തവണ വോട്ടർമാർ ഏത് പക്ഷം ചേരുമെന്നത് കണ്ടറിയണം.